നമ്മെ തോൽപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. നാം നെഞ്ചോട് ചേർത്ത് പിടിച്ചവർ, നമ്മുടെ ജീവനേക്കാളേറെ നാം സ്നേഹിക്കുന്നവർ. സമയവും കാലവും നാം അവർക്കായി വെറുതെ മാറ്റിവെക്കുന്നു. മറ്റുള്ളവരുടെ ഹൃദയം കീറിമുറിക്കാൻ പലരും ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് സ്വന്തം നാക്ക്. ആർക്കുവേണ്ടിയും ഒന്നിനു വേണ്ടിയും കരയരുത്. അത് സൗഹൃദമായാലും ബന്ധങ്ങളിലായാലും. അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ സമയവും ഊർജവുമാണ്. എത്ര നിസ്സാര കാര്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയം കളയാൻ പാടില്ല. നിങ്ങളുടെ ചുറ്റുമുണ്ടാവുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല. കാരണം എല്ലാവരും അഭിനയിക്കുന്നവരാണ്. യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖവും നിങ്ങൾ തിരിച്ചറിയുന്നത്. വിജയിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തോൽക്കാനും പഠിക്കണം. ഓരോ തോൽവിയും ഓരോ പാഠങ്ങളാണ്. ജീവിച്ചു കാണിച്ചു കൊടുക്കണം നമ്മളെ തോൽപ്പിച്ചവർക്ക് മുന്നിൽ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മനോവിചാരങ്ങൾ ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് നമ്മൾ അറിയാൻ ഇടവരരുത്. ഒരുപക്ഷെ അങ്ങനെ വന്നാൽ നമ്മൾ മനസ്സിലാക്കണം അവരിൽ നിന്നും നമ്മൾ അകലാൻ സമയമായി എന്നുള്ളത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരികളായിരിക്കും. ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ മാത്രമാണ്, മറ്റാരെയുമല്ല എന്നുള്ളത് ഓർക്കുക. നിങ്ങൾ സ്വയം പ്രചോദിതരാവുക. നിങ്ങളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നവരുടെ വാക്കുകൾക്ക് ചെവി നൽകരുത്. മറ്റാരെങ്കിലും നിങ്ങളെ പ്രചോദിപ്പിക്കുമെന്ന് കരുതുകയും ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക. എന്നാൽ വൈരാഗ്യം, കോപം, അത്യാഗ്രഹം തുടങ്ങിയ വികാരങ്ങളാൽ ഒന്നും പ്രവർത്തിക്കരുത്. സ്നേഹം, കരുണ, ദയ തുടങ്ങിയ നല്ല ഗുണങ്ങൾ നിങ്ങളിൽ നിറയട്ടെ. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ, അതാൽ നിങ്ങൾ സന്തോഷപ്പെടുകയാണെങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ ശരി. ഏറ്റവും ശക്തരും വിജയികളുമായ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ 2 അവസരങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഒന്നെങ്കിൽ മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ പോരാട്ടം അവസാനിപ്പിക്കുക. ഇതിൽ ആദ്യത്തേതായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. വേദനിപ്പിക്കാൻ നമുക്ക് കഴിയും, വേദന മാറ്റിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് കാര്യമറിയാതെ ദേഷ്യപ്പെടരുത്. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കരുത്. നമുക്ക് അടുപ്പമുള്ള ഒരു വ്യക്തി കള്ളം പറഞ്ഞു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിഷമം ആ വ്യക്തി കള്ളം പറഞ്ഞു എന്നുള്ളതിലല്ല, ഇന്നു മുതൽ അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിലാണ്. Thank you for watching. Please support and subscribe.